നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. കാസർഗോഡ് ജില്ലയിലെ കൺട്രോൾ റൂം നിയന്ത്രിക്കുന്നത് വനിതകൾ. നേതൃത്വം നൽകുന്നത് ജൂനിയർ സൂപ്രണ്ടുമാരായ 2 പേർ. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. മീഡിയ സർട്ടിഫിക്കേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഓഫീസും മീഡിയ നിരീക്ഷണ കേന്ദ്രവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ ആരംഭിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ D. സജിത് ബാബു ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ശുചീകരണ വിഭാഗം ജീവനക്കാർ കൂട്ടധർണ നടത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. റെഡ് ഫ്ലവർ T20 സാങ്കോസ് കപ്പ് അഖിലേന്ത്യാ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. നെല്ലിക്കുന്ന് MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. UAE ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ UAE കളനാട് മഹൽ സംഗമം 2019 വെള്ളിയാഴ്ച ദുബായ് മംസ ഡിയോസ് ഗ്രൗണ്ടിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ശരിയ ശുഹദാക്കളുടെ മഖാം ബുറൂസിന് 28-ന് തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. പോയിന്റ് ബ്ലാങ്ക് ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. പുതിയകോട്ട ആർട്ട് ഗ്യാലറിയിൽ ചിത്ര പ്രദർശനം. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ കൺട്രോൾ റൂം നിയന്ത്രിക്കുന്നത് വനിതകൾ. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളുടെയും വോട്ടർ ഹെൽപ്പ് ലൈനുകളുടെയും നിയന്ത്രണമാണ് ജൂനിയർ സൂപ്രണ്ടുമാരായ 2 വനിതകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. സംസ്ഥാനത്ത് വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന ഏക കൺട്രോൾ റൂമാണ് കാസർഗോഡ് കളക്ടറേറ്റിലേത്. ജൂനിയർ സൂപ്രണ്ടുമാരായ CG ശ്യാമള, ഇന്ദു M. ദാസ് എന്നിവരെ നോഡൽ ഓഫീസർമാരായി ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടറാണ് നിയമിച്ചത്. ജൂനിയർ സൂപ്രണ്ട് സജിത PA, ക്ലർക്കുമാരായ ഷീജ A, നമിത A എന്നിവരും ഇവർക്കൊപ്പം സജീവമാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾ സ്വീകരിക്കുന്ന CVGIL ആപ്ലിക്കേഷൻ, ഫോൺ നമ്പറുകളിലേക്ക് വരുന്ന മറ്റ് തെരഞ്ഞെടുപ്പ് പരാതികൾ, പൊതുജനങ്ങളുടെ സംശയങ്ങൾ എന്നിവയ്ക്കുള്ള കൺട്രോൾ റൂമാണ് കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾക്കുള്ള CVGIL എന്ന ആപ്ലിക്കേഷനിലൂടെ ഇതുവരെ 32 പരാതികൾ ലഭിച്ചു. ഇവയെല്ലാം പരിഹരിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം കണ്ടാൽ അത് മൊബൈൽ ഫോൺ ക്യാമറയിൽ ഫോട്ടോയോ വീഡിയോയോ ആയി പകർത്തി CVGIL ആപ്പ് വഴി ജില്ലാ തെരഞ്ഞെടുപ്പ് സെന്ററുകളിലേക്ക് അയക്കാം. അവിടുന്ന് സന്ദേശം അതാത് നിയമസഭാ മണ്ഡലം സ്ക്വാഡുകൾക്ക് കൈമാറുകയാണ് ഇവർ ചെയ്യുന്നത്. ഞങ്ങൾ 2 വനിതാ നോഡൽ ഓഫീസർമാർ കൂടിയിട്ടാണ് ഈ കൺട്രോൾ റൂം നിയന്ത്രിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും MCC വയലേഷൻ സംഭവങ്ങളാണ് വരുന്നത്. അതിൽ CVGIL 100 മിനിറ്റ് കൊണ്ട് പരാതി പരിഹരിക്കുന്ന അതൊരു 40ഓളം പരാതികൾ വന്നിട്ടുണ്ട്. സമയബന്ധിതമായിട്ട് 100 മിനിറ്റ് കൊണ്ടാണ് ഞങ്ങളത് പരിഹരിക്കുന്നത്. അതൊരു പരമാവധി 100 മിനിറ്റ് തന്നെ ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സ്ക്വാഡുണ്ട് ഫീൽഡിൽ, 24 മണിക്കൂറും അവരും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് കൈമാറും. ഒരുവിധം നമുക്കത് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ 1950 ടോൾ ഫ്രീ നമ്പറാണ്. അതിൽ ഒരു 200 പരം പരാതികൾ വരുന്നുണ്ട്. അത് പിന്നെ വോട്ടർ പട്ടികയെ സംബന്ധിച്ചിട്ടാണ് അതിൽ പേര് ചേർക്കുന്നത്. 25-ാം തീയതി കഴിഞ്ഞോടുകൂടി പോൾ കുറച്ച് കുറഞ്ഞു വരുന്നു. പിന്നെ പോസ്റ്റിംഗ് സംബന്ധിച്ച് എല്ലാ ഇതുകളും ഇവിടെ വന്നിട്ടാണ് പോകുന്നത്. സമയബന്ധിതമായി ഇതെല്ലാം തീർക്കാൻ ഞങ്ങൾക്ക് പരമാവധി ഞങ്ങൾ ശ്രമിച്ച് സ്റ്റാഫുണ്ട്, എല്ലാം കൂടി ഞങ്ങളത് തീർത്തു തരുന്നുണ്ട്. സ്ക്വാഡുകൾ സ്ഥലത്തെത്തി നടപടി സ്വീകരിക്കുകയും സ്വീകരിച്ച നടപടി ഉടൻ പരാതിക്കാരനെ അറിയിക്കുകയും ചെയ്യും. ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ചട്ടലംഘനം നടന്ന സ്ഥലം കണ്ടെത്തുവാനും സാധിക്കും. പരാതി അപ്ലോഡ് ചെയ്ത് കഴിയുന്നതോടെ ഒരു യുണീക്ക് ID വോട്ടർക്ക് ലഭിക്കും. ഇതിലൂടെ പരാതിയുടെ ഫോളോ അപ്പ് മൊബൈലിൽ തന്നെ ട്രാക്ക് ചെയ്യുവാനും വോട്ടർക്ക് സാധിക്കും. ഒരാൾക്ക് ഒന്നിലധികം ചട്ടലംഘനം റിപ്പോർട്ട് ചെയ്യുവാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. പരാതിക്കാരന്റെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. മൊബൈൽ ഫോണിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാനാകും വിധമാണ് ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചട്ടലംഘനം നടന്ന സ്ഥലത്ത് നേരിട്ട് പോയി എടുത്ത ചിത്രങ്ങൾ മാത്രമേ ഈ ആപ്ലിക്കേഷൻ വഴി അയക്കുവാൻ സാധിക്കൂ. മറ്റുള്ളവർ എടുത്ത് കൈമാറി കിട്ടിയ ചിത്രങ്ങൾ അയക്കുവാൻ സാധിക്കില്ല. അതിനാൽ വ്യാജമായ പരാതികൾ ഒഴിവാക്കുവാനും സാധിക്കും. തുടർച്ചയായി 5 മിനിറ്റ് മാത്രമേ ഈ ആപ്പ് പ്രവർത്തിക്കൂ. 5 മിനിറ്റ് കഴിഞ്ഞാൽ ആപ്പിന്റെ പ്രവർത്തനം നിലയ്ക്കും. വീണ്ടും ആപ്പ് തുറന്ന് പരാതി 5 മിനിറ്റിലൊതുക്കി പകർത്തി അയക്കേണ്ടി വരും. CVGIL ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭിക്കും. വോട്ടേഴ്സിനുള്ള സഹായത്തിനായുള്ള നമ്പറുകളിലേക്ക് ഇതുവരെ 175-ലധികം പേർ വിളിച്ചു. പ്രവാസികൾക്ക് വോട്ട് ചെയ്യുവാൻ കഴിയുമോ, എങ്ങനെ വോട്ടേഴ്സ് ID കാർഡിൽ പേര് ചേർക്കാം എന്നിങ്ങനെയുള്ള വിളികളാണ് കൂടുതലായും വരുന്നത്. വരുന്ന ഫോൺ വിളികൾക്ക് ക്ഷമയോടെ മറുപടി നൽകുവാനും ഈ പെൺപടയ്ക്ക് സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക് KCN.
ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള മീഡിയ സർട്ടിഫിക്കേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഓഫീസും മീഡിയ നിരീക്ഷണ കേന്ദ്രവും കളക്ടറേറ്റിലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ ആരംഭിച്ചു. ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ പ്രമോദ് കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. സെന്ററിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് കളക്ടർ തെരഞ്ഞെടുപ്പ് നിരീക്ഷകന് വിശദീകരിച്ചു കൊടുത്തു. അച്ചടി, ദൃശ്യ, ശ്രവ്യ, അസാമൂഹിക മാധ്യമങ്ങളിൽ പെയ്ഡ് ന്യൂസ്, മുൻകൂർ അനുമതി തേടാത്ത പരസ്യങ്ങൾ, സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകൾ, പരസ്യങ്ങൾ, ഏതെങ്കിലും വിഭാഗത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകൾ എന്നിവ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം നടത്തുന്നുണ്ടെന്ന് പരിശോധിക്കുകയാണ് സെന്ററിന്റെ ചുമതല. സ്ഥാനാർത്ഥികൾ, തെരഞ്ഞെടുപ്പ് ഏജന്റുമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ജനപ്രതിനിധികൾ എന്നിവർ അഡ്മിനായിട്ടുള്ള ഫേസ്ബുക്ക്, വാട്സാപ്പ്, ട്വിറ്റർ, ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ, മെസഞ്ചർ, FM റേഡിയോകൾ എന്നിവയും സെന്ററിന്റെ പൂർണ്ണ നിരീക്ഷണത്തിലായിരിക്കും. ADM ബിജു സി, MCMC മെമ്പർ സെക്രട്ടറി M മധുസൂദനൻ, ജില്ലാ ഫിനാൻസ് ഓഫീസർ K സതീശൻ, MCMC അംഗങ്ങളായ ജില്ലാ ലോ ഓഫീസർ KP ഉണ്ണികൃഷ്ണൻ, ജില്ലാ ഇൻഫർമാറ്റിക് ഓഫീസർ K രാജൻ, GB വത്സൻ, റിട്ടയർഡ് ജില്ലാ ലോ ഓഫീസർ M സീതാരാമ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ശുചീകരണ വിഭാഗം ജീവനക്കാർ കൂട്ടധർണ നടത്തി. മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിലായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. 2018-2019 വർഷത്തെ യൂണിഫോം, പാദരക്ഷകൾ, അനുബന്ധ സാധനങ്ങൾ എന്നിവ അനുവദിക്കുക, കൈ കഴുകുവാനുള്ള സോപ്പ് അനുവദിക്കുക, അനുവദിച്ച ക്വാർട്ടേഴ്സ് റിപ്പയർ ചെയ്ത് താമസയോഗ്യമാക്കുക, തൊഴിലാളികളെ 3 മാസത്തിലൊരിക്കൽ മെഡിക്കൽ പരിശോധന നടത്തണമെന്ന സർക്കാർ ഉത്തരവ് നടപ്പിലാക്കുക തുടങ്ങിയ വിവിധയിനം ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത്. സമരത്തിൽ നിരവധി ശുചീകരണ ജീവനക്കാർ പങ്കെടുത്തു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ തൊഴിലാളി പാവപ്പെട്ട സാധാരണ തൊഴിലാളിയാണല്ലോ. ശുചീകരണ തൊഴിലാളികൾ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഏറ്റവും എന്തായാലും പറയാം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും മോശമായ ഒരു പണിയായിട്ടാണ് ഒരുപക്ഷെ ആളുകൾ നോക്കിക്കാണുന്നത്. ഈ നഗരം ശുചിയാക്കുന്ന പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. ഗോവിന്ദ മുള്ളേരിയ അധ്യക്ഷത വഹിച്ചു. K ഭാസ്കരൻ, അബൂബക്കർ കോയ, N മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന റെഡ് ഫ്ലവർ T20 സാങ്കോസ് കപ്പ് അഖിലേന്ത്യാ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ഹോട്ടൽ സിറ്റി ടവറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ NA നെല്ലിക്കുന്നം MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന റെഡ് ഫ്ലവർ T20 സാങ്കോസ് കപ്പ് അഖിലേന്ത്യാ ക്രിക്കറ്റ് ടൂർണമെന്റ് ഏപ്രിൽ 26-ന് ആരംഭിക്കും. മെയ് 3 വരെ കാസർഗോഡ് KCA സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 16 ടീമുകൾ അണിനിരക്കും. മൈതാനത്ത് ഫ്ലഡ് ലൈറ്റ് സംവിധാനവും ഇലക്ട്രോണിക് സ്കോർ ബോർഡും ഒരുക്കും. മുഴുവൻ മത്സരവും യൂട്യൂബിലൂടെ ലൈവായി കാണുവാനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട്. റെഡ് ഫ്ലവർ ഗ്രൂപ്പും സാങ്കോസുമാണ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ സ്പോൺസർമാർ. ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം ഹോട്ടൽ സിറ്റി ടവറിൽ പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. NA നെല്ലിക്കുന്നി MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഈ റെഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കാസർകോട്ടെ നമുക്ക് പുതുതായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സമ്മാനിച്ച സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്നു. 23 വരെ നമ്മളെല്ലാവരും ഇലക്ഷൻ ചൂടിലാണ്. ആ ചൂടിന് ശമനമുണ്ടാകുമെന്ന് കരുതുമ്പോഴാണ് ഈ പുതിയ ഒരു ചൂട് ക്രിക്കറ്റ് അസോസിയേഷന് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. കാസർഗോഡിൻ്റെ ഒരു വലിയ ഉത്സവമാക്കി നമുക്കിതിനെ മാറ്റി എടുക്കണം. ഒരു പുതിയ കാസർഗോഡ് ഇതിലൂടെ ഉണ്ടായി വരണം. അതിന് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നീങ്ങാം. KM അബ്ദുൽ റഹ്മാൻ, NA അബ്ദുൽ ഖാദർ, TM ഇക്ബാൽ, TH മുഹമ്മദ് നൌഫൽ, KK റിയാസ്, അൻസാരി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCN. UAE ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച ദുബായ് മംസ ഡിയോസ് ഗ്രൗണ്ടിൽ UAE കളനാട് മഹൽ സംഗമം 2019 സംഘടിപ്പിക്കും. അറേബ്യൻ മുറ്റം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മഹൽ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. UAEയിലെയും സൗദി, ഖത്തർ, കുവൈത്ത്, ഒമാൻ തുടങ്ങിയ വിവിധ അറബ് രാജ്യങ്ങളിലെ പ്രവാസികളും സംഗമത്തിൽ പങ്കെടുക്കും. പരിപാടിയോടനുബന്ധിച്ച് വിവിധ എമിറേറ്റ്സുകളിൽ താമസിക്കുന്നവർക്കായി ഗതാഗത സൗകര്യം ഒരുക്കുകയും സംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഓരോ മണിക്കൂറുകളിലും വിവിധ മത്സരങ്ങളും സമ്മാനങ്ങളും ഏർപ്പെടുത്തുമെന്നും അവസാന മണിക്കൂറിലെ നറുക്കെടുപ്പിൽ വിജയികൾക്ക് ഉംറ ടൂറും സമ്മാനമായി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ദുബൈയിലുള്ള മംസ ഡിയോസ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നത്. ഈ പരിപാടിയിൽ എമിറേറ്റിൽ നിന്നുള്ള
സൗദി, ഖത്തർ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കളനാടുകാരായ എല്ലാ പ്രവാസികളും ഈ സംഗമത്തിൽ ഭാഗമാകുന്നുണ്ട്. അതുപോലെ ഈ സംഗമത്തിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും കളനാട് യുവ ജമാഅത്തിൽപ്പെട്ട അംഗങ്ങളും ഈ പരിപാടിയിലേക്ക് ദുബൈയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കോഴിത്തിടിൽ അബ്ദുള്ള ഹാജി, ഷെരീഫ് തോട്ടം, ഷെരീഫ് കളനാട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അക്രമത്തെക്കാൾ ക്രൂരമാണ് നിസ്സംഗതയും നിഷ്പക്ഷതയും എന്ന പ്രമുഖ ഗാന്ധിയൻ ഡോക്ടർ MP മത്തായി ഗാന്ധി ദർശനവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ജില്ലാതല കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധി ദർശനവേദി ജില്ലാതല കൂട്ടായ്മ നടന്നു. ഡോക്ടർ MP മത്തായി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. അക്രമത്തെക്കാൾ ക്രൂരമാണ് നിസ്സംഗതയും നിഷ്പക്ഷതയുമെന്ന് MP മത്തായി പറഞ്ഞു. അക്രമരാഹിത്യത്തിൽ നിഷ്ക്രിയരായിരിക്കുന്നത് കൊണ്ടാണ് ഹിംസയുടെ ശക്തികൾ സർവ സ്വതന്ത്രരായി പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയുകയും ഇതിനെ പ്രതിരോധിക്കാൻ സക്രിയരായി മുന്നോട്ട് വരികയുമാണ് ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വലിപ്പത്തെ, വൈപുല്യത്തെ പരിമിതപ്പെടുത്തുന്നു എന്നുള്ള കാര്യമാണ്, അഭിപ്രായ വ്യത്യാസമാണ് ടോൾസ്റ്റോയ് രേഖപ്പെടുത്തിയത്. ആ പുസ്തകത്തെ പറ്റിയാണ് ഗാന്ധിജി സ്വന്തം രാഷ്ട്രീയ ഗുരുവായി അംഗീകരിച്ച ഗോഖലെ പറഞ്ഞത് ഇതിലെ ആശയങ്ങൾ വളരെ അപക്വമാണ്, ഇന്ത്യയെ വേണ്ട വിധം അറിയാത്തത് കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ്. ജില്ലാ പ്രസിഡന്റ് TK സുധാകരൻ അധ്യക്ഷനായ ചടങ്ങിൽ KV രാഘവൻ മാസ്റ്റർ, കൃഷ്ണൻ പിലിക്കോട്, PV ജയരാജ് മാഷ്, U ശേഖരൻ നായർ, ജോസ് തയ്യിൽ, കല്ലറ ബാലകൃഷ്ണൻ, K റൂബി, പ്രഭാകരൻ കരിച്ചേരി, മാത്യു പനത്തരി, PJ തോമസ് എന്നിവർ സംസാരിച്ചു. ഷിറിയ ശുഹദാക്കളുടെ മഖാം ഉറൂസിന് 28-ന് തുടക്കം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10 മണിക്ക് കുമ്പോൽ KS ആറ്റക്കോയ തങ്ങൾ മഖാം സിയാറത്തിന് നേതൃത്വം നൽകുന്നതോടെ ഉറൂസിന് തുടക്കം കുറിക്കും. മഗ്രിബ് നിസ്കാരാനന്തരം നടക്കുന്ന പരിപാടി കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ അലിക്കുഞ്ഞി ഉസ്താദ് അധ്യക്ഷത വഹിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന മതപ്രഭാഷണ പരമ്പരയിൽ പ്രമുഖ മതപണ്ഡിതന്മാരും നേതാക്കളും പങ്കെടുക്കും. ഏപ്രിൽ 6 നടക്കുന്ന സമാപന സമ്മേളനം സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. 7-ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന മൗലീദ് പാരായണത്തിന് ശേഷം അന്നദാനമുണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 28-ന് രാവിലെ 10 മണിക്ക് കുമ്പോൽ KS ആറ്റക്കോയ തങ്ങൾ അവരുടെ മക്കാം സിയാറത്തോടു കൂടിയാണ് ഈ പരിപാടിക്ക് ആരംഭം കുറിക്കുന്നത്. അതിൻ്റെ പതാക ഉയർത്തൽ സ്വാഗതസംഘം ചെയർമാൻ GM മോനു ബത്തേരി അവர்களാണ്. തുടർന്ന് വൈകുന്നേരം മഗ്‌രിബ് നിസ്കാരാനന്തരമാണ് ഔപചാരികമായ ഉദ്ഘാടന പരിപാടി നടക്കുന്നത്. കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ബഹുമാന്യനായ C മുഹമ്മദ് ഫൈസി അവர்களാണ് ഈ ഉറൂസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സയ്യിദ് ഹാദി തങ്ങൾ മൊഗ്രാൽ, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ BM മോണു ബത്തേരി, കൺവീനർ GA മൊയ്തീൻ കുഞ്ഞി, ഖാദർ ബത്തേരി, ഇബ്രാഹിം ഹാജി കയ്യാർ, അബൂബക്കർ GA, ജലീൽ മെമ്പർ, ഹനീഫ് ലക്കി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പൂരക്കളി കലാ അക്കാദമി കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പൂരക്കളി കലാ അക്കാദമി കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ കലാ അക്കാദമി പുതിയ സംവിധാനം വന്നതിന് ശേഷം പല പ്രദേശത്തുള്ള മത്സരങ്ങളും അതുപോലെ തന്നെ പൂരക്കളി സംഘടിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ നല്ല രീതിയിലുള്ള നിലപാടിലേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി മുമ്പോട്ട് പോവുകയാണ്. അതിനുള്ള സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാർ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് പുതിയ തലമുറയെ പഠിപ്പിക്കുക, കലാ രംഗത്ത് വളർത്തിക്കൊണ്ടിരുന്നതോടൊപ്പം തന്നെ കായിക രംഗത്ത് പരിശീലനം ലഭിക്കുന്ന രൂപത്തിലേക്ക് പൂരക്കളി കലാകാരന്മാർ വളർന്നു വരേണ്ടതിൽ പ്രധാനപ്പെട്ട ആവശ്യമാണ്. മേഖലാ പ്രസിഡന്റ് ഗംഗാധരൻ അധ്യക്ഷനായ സമ്മേളനത്തിൽ ദേവസ്വം ബോർഡ് ഉത്തരമേഖലാ ചെയർമാൻ CK നാരായണ പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ദാമോദരൻ, P രാഘവൻ, K സുകുമാരൻ, KV രാജീവൻ, ഗോപാലകൃഷ്ണ പണിക്കർ, N കൃഷ്ണൻ, രമേശൻ തുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു. പോയിന്റ് ബ്ലാങ്ക് ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. പുതിയകോട്ട ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം 28-ന് അവസാനിക്കും.
ഹമീദ് നീർച്ചാൽ ക്യാൻവാസിൽ പകർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനം പോയിന്റ് ബ്ലാക്കിന് തുടക്കമായി. പുതിയകോട്ട ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലാണ് മനോഹരമായ ചിത്രങ്ങളുടെ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. പോയി 11 വർഷം ഗൾഫിലായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്ന് കുറച്ച് കാലമായി ചിത്രത്തിലേക്ക് തിരിച്ചു. അതിന് മുമ്പേ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. ഒരു ഗുരുമുഖത്തു നിന്നുള്ള ഒരു അറിവാണ്. ചിത്രങ്ങൾ നമ്മൾ ചിത്രകല ഒരു അക്കാദമിക് ലെവലിൽ പോയെങ്കിലും അത് പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനോട് ഭയങ്കര താല്പര്യം തോന്നുകയും അത് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് വരികയും ചെയ്തുകൊണ്ടാണ് ഇത്രയും ഒരു ലെവലിലേക്ക് എത്തിയത്. പ്രദർശനം 28-ന് അവസാനിക്കും. തളങ്കര ഖാസി ലൈൻ കൂട്ടായ്മയുടെ രണ്ടാമത് സംഗമവും സോക്കർ ലീഗ് സീസൺ 2 മത്സരവും 29-ന് മാന്യ വിൻടച്ചിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഖാസി ലൈൻ പ്രദേശത്തെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ സംഗമത്തിൽ ആദരിക്കും. തുടർന്ന് 4 വിഭാഗങ്ങളിലായി സോക്കർ ലീഗ് മത്സരവും നടക്കും. കൂടാതെ കിഡ്ഡീസ് ജൂനിയർ, സൂപ്പർ സീനിയർ വിഭാഗങ്ങളിലും പ്രദേശത്തെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മത്സരവും അരങ്ങേറും. മുഹമ്മദ് ബഷീർ, ഇസ്മായിൽ തളങ്കര, എൻ.എ. അബ്ദുൽ ഖാദർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വളാപ്പാടി മുത്തപ്പൻ ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണം നടന്നു. 125 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. വളാപ്പാടി മുത്തപ്പൻ ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ മുന്നോടിയായാണ് സംഘാടക സമിതി രൂപീകരണം നടന്നത്. ക്ഷേത്ര സന്നിധിയിൽ നടന്ന യോഗം പരപ്പ ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷനായ യോഗത്തിൽ 125 അംഗങ്ങളടങ്ങുന്ന സംഘാടക സമിതി രൂപീകരിച്ചു. രക്ഷാധികാരിയായി പറശ്ശിനിക്കടവ് മടയൻ ബ്ലാത്തൂർ ചന്ദ്രൻ മടയനെയും ചെയർമാനായി പരപ്പ ബാലൻ മാസ്റ്ററെയും തെരഞ്ഞെടുത്തു. വൈസ് ചെയർമാൻ വിനോദ് പെരളം, കൺവീനർ ദാസൻ വളാപ്പാടി, ഗജാൻജി പി തമ്പാൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. കൂടാതെ വിവിധ സബ് കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു. യോഗത്തിൽ തമ്പാൻ നായർ, ലത, രജനി, ബിന്ദു എന്നിവർ സംസാരിച്ചു. ഏനപ്പോയ ഹോസ്പിറ്റാലിറ്റി ആൻഡ് യൂറോളജി വിഭാഗത്തിൽ ഇനി മുതൽ 100 വോൾട്ട് ഹേമിയം ലേസർ സംവിധാനവും. ദക്ഷിണ കർണാടകയിൽ ആദ്യമായാണ് ഒരു ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കായി ഈ സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഈ നൂതന വിദ്യയിലൂടെ അതിസങ്കീർണമായ കിഡ്നി സ്റ്റോൺ, പ്രോസ്റ്റേറ്റ് എന്നീ ശസ്ത്രക്രിയകൾ ലളിതമായി ചെയ്യാൻ സാധിക്കുമെന്ന് ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസ്തുത രീതിയിലൂടെ ശസ്ത്രക്രിയ നടത്തിയാൽ വളരെ വേഗത്തിൽ തന്നെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള യൂറോളജിസ്റ്റിനായി വിവിധ വർക്ക്ഷോപ്പുകളും ഹാൽഡോൺ ട്രെയിനിങ്ങുകളും പ്രത്യേക ലേസർ ട്രെയിനിംഗ് സെന്ററിന്റെ കീഴിൽ സംഘടിപ്പിക്കുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. കർണാടകയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ നൂതന ശസ്ത്രക്രിയകളും വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയകളടക്കം എല്ലാ ചികിത്സകളും നൽകി വരുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. കാസർഗോഡ് ജില്ലയിലെ കൺട്രോൾ റൂം നിയന്ത്രിക്കുന്നത് വനിതകൾ. നേതൃത്വം നൽകുന്നത് ജൂനിയർ സൂപ്രണ്ടുമാരായ 2 പേർ. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. മീഡിയ സർട്ടിഫിക്കേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഓഫീസും മീഡിയ നിരീക്ഷണ കേന്ദ്രവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ ആരംഭിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ശുചീകരണ വിഭാഗം ജീവനക്കാർ കൂട്ടധർണ നടത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. റെഡ് ഫ്ലവർ T20 സാങ്കോസ് കപ്പ് അഖിലേന്ത്യാ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. NA നെല്ലിക്കുന്ന് MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. UAE ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ UAE കളനാട് മഹൽ സംഗമം 2019 വെള്ളിയാഴ്ച ദുബായ് മംസ ഡിയോസ് ഗ്രൗണ്ടിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഷെറിയ ശുഹദാക്കളുടെ മഖാം ഉറൂസിന് 28-ന് തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. പോയിന്റ് ബ്ലാങ്ക് ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. പുതിയകോട്ട ആർട്ട് ഗ്യാലറിയിൽ ചിത്ര പ്രദർശനം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.